ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ക്രോണോഗ്രാഫി യുദ്ധത്തിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും യുദ്ധം അത്രയൊന്നുമില്ല, ഒരു മത്സരം അല്ലെങ്കിൽ ഒരു റേസ്. ഈ ഒരു ക്രോണോഗ്രാഫ് റേസ് അതായത് അവസാനിക്കുന്നത് 1969. ഇത് 60കളുടെ തുടക്കത്തിൽ ആരംഭിച്ചു. അപ്പോൾ സംഭവം എന്താണെങ്കിൽ ആരാണ് ആദ്യമായിട്ട് ഒരു ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് റിലീസ് ചെയ്യാന്നാണ്. ഓട്ടോമാറ്റിക് വാച്ചുകൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ക്രോണോഗ്രാഫ് ഫംഗ്ഷൻ അതിൽ ഒന്നിലും ഇല്ലായിരുന്നു. വൈൻഡിങ് വാച്ചിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഓട്ടോമാറ്റിക് വെർഷൻ ഇതുവരെ റിലീസായിട്ടുണ്ടായിരുന്നില്ല. ഈ 1969 പറ്റി പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ 1969 ബോയിങ് അവരുടെ 747 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ആദ്യമായിട്ട് പറപ്പിച്ചത്. മനുഷ്യൻ ആദ്യമായിട്ട് പോയി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969. അതുകൂടാതെ ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് റിലീസ് ചെയ്തതും ഈ 1969. അത് കഴിഞ്ഞ് കോട്സ് ക്രൈസിസ് എന്ന് പറഞ്ഞ് ഈ കംപ്ലീറ്റ് മെക്കാനിക്കൽ ഓട്ടോമാറ്റിക് വാച്ചുകളെ തവിട് പൊടിയാക്കിയ കോട്സ് ക്രൈസിസ് നടന്നതും 1969. അങ്ങനെ ഈ 1969 വളരെ പ്രത്യേകതകളുണ്ട്. നമുക്ക് ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരാം. 1960കളിൽ ഈ കാർ റേസ് ഒരു വലിയ സംഭവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് കാറുകൾ പുതിയ റിലീസായത് ഇങ്ങനെ പലതര സ്ഥലത്ത് യൂറോപ്പിൽ ഇങ്ങനെ മത്സരങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ കാറുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡാഷ്ബോർഡിലുള്ള ടൈമുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റ് സപ്ലൈ ചെയ്യുന്നതിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ മുന്നിൽ നിന്നായിരുന്നു ഹ്യൂർ ആയിരുന്നു. ഹ്യൂർ എന്ന് പറഞ്ഞാൽ ടാഗ് ഹ്യൂറില്ല, ഹ്യൂർ അന്ന് ടാഗ് ഇല്ല. അപ്പോൾ ഹ്യൂർ നയിച്ചുകൊണ്ടിരുന്ന ജാക്ക് ഹ്യൂർക്ക് ഒരു ചിന്ത വരികയാണ്. എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഈ ക്രോണോഗ്രാഫ് ഇറക്കിയിരുന്ന 3 മെയിൻ കമ്പനികളാണ്. ഒന്ന് ഒമേഗ, ഒന്ന് ബ്രൈറ്റ്ലിംഗ്, ഒന്ന് ഹ്യൂർ. ഒമേഗേനെ 1957 അവർ സ്പീഡ് മാസ്റ്റർ ഇറക്കി. അത് കഴിഞ്ഞ് അവർ നാസ സെലക്ട് ചെയ്തിട്ട് അവർ നാസയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രോണോഗ്രാഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ആ സ്പേസുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഫേമസ് ആയി. ബ്രൈറ്റ്ലിംഗ് ആണെങ്കിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു നല്ല പൊസിഷനിൽ നിൽക്കുക. ഇവർക്ക് മാത്രം ഈ പറയാനൊന്നുമില്ല. അപ്പോൾ ആൾക്ക് തോന്നി ഈ മോട്ടോർ സ്പോർട്ട് പിടിച്ചെടുക്കണം, അതിന് എന്തെങ്കിലും ഒരു സംഭവം വേണമല്ലോ. അങ്ങനെയാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് ഇറക്കാമെന്ന് എന്നുള്ളൊരു ചിന്തയിൽ നടക്കണം. ആളൊരു പഠനം നടത്തി നോക്കിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രഹസ്യ പ്രോജക്റ്റുകൾ ആ സമയത്ത് നടക്കുന്നുണ്ട്. അന്ന് പല സ്ഥലത്ത് പബ്ലിഷ് ഒന്നും ചെയ്യില്ല, പക്ഷെ ഇത് ആൾക്കാർക്ക് എങ്ങനെയാ അറിയണേന്ന് വെച്ചാൽ പല വാച്ച് കമ്പനിക്കാർക്കും ചില പാർട്സുകളും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് സെയിം കമ്പനികളാണ്. അപ്പോൾ അവർക്കറിയാം ഇങ്ങനെ ഒരു പാർട്സ് അവർ വാങ്ങണമെങ്കിൽ ഇവിടെ എന്തോ പരിപാടി എക്സ്ട്രാ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ പാർട്സ് ഉണ്ടാക്കാൻ പറയണേ. അങ്ങനെ ലീക്കായി കിട്ടിയ ന്യൂസാണ് ഈ ജാക്ക് ഹ്യൂർക്ക് വേറെ ആരും ഇതൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ 1965-66 കാലഘട്ടത്തിൽ ഇത് അതിന്റെ മാക്സിമത്തിലേക്ക് എത്തുകയാണ്. ഇത് പിന്നെ ഒരു മത്സരമാകുമ്പോൾ അതിൽ മത്സരാർത്ഥികൾ വേണമല്ലോ. അതിൽ ആദ്യത്തെ ആളാണ് സെനിത്ത് മോട്ടൽ എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് കമ്പനിനെയൊക്കെ അക്വയർ ചെയ്ത് അതിന്റെ മുകളിൽ കുറെ റിസർച്ചൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂടാതെ അവർക്ക് നല്ലൊരു വാച്ച് കമ്പനിയാണ്. അവർ ഒരുപാട് നല്ല മെക്കാനിക്കൽ മൂവ്മെന്റ്സ് ഒക്കെ ഉള്ള നല്ലതരം വാച്ചുകൾ ഇറക്കുന്ന കമ്പനിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവരാണ് മോഡായിട്ട് ചേർന്ന് ഒരു സഖ്യൊക്കെ ഉണ്ടാക്കി ഈ മത്സരത്തിലുള്ള ആദ്യത്തെ ആള്. രണ്ടാമത് നമ്മുടെ ജപ്പാനിൽ നിന്നുള്ള സീക്കോ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. അവരും രഹസ്യമായിട്ട് ഈ പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തോന്നി ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരുപാട് പൈസ ഇതിന് ആവശ്യമുണ്ട്. പിന്നെ അതുകൂടാണ്ട് മൂവ്മെന്റിലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ടല്ലോ, അതൊക്കെ എടുത്ത് നമ്മുടെ സ്വന്തം മൂവ്മെന്റിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അതെന്താ കാരണം വെച്ചാൽ അന്ന് 1800 തൊട്ട് തന്നെ ഈ സ്വിസ് വാച്ച് ഇൻഡസ്ട്രിയിൽ പാറ്റന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കോപ്പി അടിക്കാനും പറ്റില്ല. അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. ഇവർ നോക്കുമ്പോൾ സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പൈസ ചെലവുണ്ട്, ടെക്നിക്കലായിട്ട് ആൾക്കാർ വേണം. ഇതറിഞ്ഞ് ആളെന്ത് ചെയ്തു, ഫസ്റ്റ് ബ്യൂറൻ എന്ന് പറഞ്ഞ ഒരു വാച്ച് മൂവ്മെന്റ് ഉണ്ടാക്കുന്ന കമ്പനി അന്നുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവരുടെ വാച്ച് മൂവ്മെന്റ് ഒക്കെ തിൻ മൂവ്മെന്റുകളായിരുന്നു. അതുകൂടാതെ അവരൊരു മൈക്രോ റോട്ടർ എന്ന് പറഞ്ഞൊരു സംഭവം പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് സാധാരണ വാച്ചുകളുടെ ഫുൾ സൈസിലായിരിക്കും ഈ റോട്ടർ ഉണ്ടാവുക, തിരിയുന്നത് ഓട്ടോമാറ്റിക് വാച്ചുകൾ. ഇവര് മൈക്രോ റോട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ചെറുതായിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ തിക്നെസ് കുറച്ചും കൂടി കുറയും. അപ്പൊ ക്രോണോഗ്രാഫ് ഫംഗ്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന അഡീഷണൽ തിക്നെസ് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇയാളെ സമീപിച്ചത് ബ്യൂറന്. അതുകൂടാതെ ഇതിൽ ക്രോണോഗ്രാഫ് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യണല്ലോ, അതിന് ഫേമസ് ആയ ഒരു ആളെ വേണം. അപ്പോൾ ആ കാലഘട്ടത്ത് നല്ലതരം ടെക്നിക്കൽ കോംപ്ലിക്കേഷൻസ് വാച്ചിൽ ആഡ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഡുബോയ്സ് ഡ്രൂപ്പേഴ്സ് എന്ന് പറഞ്ഞ ആ കമ്പനിനെയാണ് ആള് രണ്ടാമത് കൊണ്ടുവന്നത്. അവര് ഈ ബ്യൂറൻ ഉണ്ടാക്കുന്ന ബേസ് നോയിന്റെ മുകളിൽ ക്രോണോഗ്രാഫ് ഫംഗ്ഷൻ ആഡ് ചെയ്യും. അപ്പൊ ഇതിന് പിന്നെ അടുത്ത് വേണ്ടത് പൈസയാണ്. ഒരുപാട് പൈസ വേണം. അത് മൊത്തം ഹ്യൂറെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ലേ. അപ്പോഴാണ് ആൾക്ക് ബ്രൈറ്റ്ലിങ്ങിനെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ബ്രൈറ്റ്ലിങ്ങിനാണ് നല്ല ഡീപ്പ് പോക്കറ്റ്സ് ആ സമയത്തുള്ളത്. ബ്രൈറ്റ്ലിങ്ങിനോട് സംസാരിക്കുന്നു, ബ്രൈറ്റ്ലിങ് അഗ്രി ചെയ്യുന്നു. അങ്ങനെ ഈ 4 ടീമുകളും ഒന്നിച്ച് ചേർന്ന് മൂവ്മെന്റ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പുറത്ത് സെനിത്തും സീക്കോയും ഒറ്റയ്ക്ക് നിൽക്കുന്നത്.
പക്ഷെ ഇവർക്ക് ഒരു കൺഫ്യൂഷൻ ആ സമയത്തുണ്ട്. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ പ്രോഡക്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ മൂവ്മെന്റ് എടുത്ത് വാച്ച് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഹ്യൂർ നോക്കുമ്പോൾ ഹ്യൂർക്ക് US UK മാർക്കറ്റാണ് മെയിൻ. ബ്രൈറ്റ്ലിങ്ങിനാണെങ്കിൽ ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി അങ്ങനത്തെ യൂറോപ്യൻ ടീമുകള്. പിന്നെയുള്ളത് ബ്യൂറൻ, അവൻ മൂവ്മെന്റ് ഉണ്ടാക്കുന്ന ആളാണ്, മറ്റേ ആള് ഡിസൈനറുമാണ്. അപ്പൊ കുഴപ്പമില്ല. അങ്ങനെ അവരൊരു അഗ്രിമെന്റിൽ എത്തുകയും ഡുബോസിലത്തെ ആൾക്കാരും ബ്യൂറന്റെ ആൾക്കാരും മെയിൻ ഡിസൈനിങ്ങും മൂവ്മെന്റ് ഉണ്ടാക്കലും ഹ്യൂറും ബ്രൈറ്റ്ലിങ്ങും പൈസ കൊടുക്കലും പിന്നെ ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള കേസുകൾ ഉണ്ടാക്കാനും തീരുമാനിച്ചു. അങ്ങനെ മത്സരം സ്റ്റാർട്ട് ചെയ്തു. ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ കഥ പറയുമ്പോൾ പറയുന്നത് ഇത് രഹസ്യമായിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. ഹ്യൂർ ആണെങ്കിൽ ഇതിനൊരു പേരും കൊടുത്തു, പ്രൊജക്ട് 99. അങ്ങനെയാണ് ഈ പ്രൊജക്ട് 99 എന്നുള്ള പേര് ഇതിന് വരുന്നത്. ഈ ടീമിനെ മൊത്തം ക്രോണമാറ്റിക് ടീം എന്നാണ് പറഞ്ഞിരുന്നത്. 1969 എത്തി. അപ്പോഴേക്കും ഈ ന്യൂസ് ഭയങ്കരമായിട്ട് ഈ 3 ടീം ടെൻഷനിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സംഭവം നടന്നത്, ഈ ബ്യൂറൻ കമ്പനിനെ ഹാമിൽട്ടൺ ടേക്ക് ഓവർ ചെയ്തു. അങ്ങനെ ബ്യൂറനെ മാറ്റി അവിടെ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയാണ് വന്നിരിക്കുന്നത്. ഇതിനൊരു അവസാനം ഉണ്ടാവുകയാണ്. അതായത് 1969 സെനിത്ത് ജനുവരിയിൽ ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ് സ്വിറ്റ്സർലൻഡിൽ ഒരു ടെക്നിക്കൽ എക്സിബിഷനിൽ. അതിലവര് 2-3 പ്രോട്ടോടൈപ്പ് മൂവ്മെന്റ് കാണിച്ചിട്ട് പറഞ്ഞു അവര് ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് ഉണ്ടാക്കി. ഇത് കണ്ട് ആകെ ടെൻഷനായി ഹ്യൂർ ഇത് ടീം അംഗങ്ങളോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന രീതിയിൽ വീണ്ടും മുന്നോട്ട് പോയി. മാർച്ച് 1969 ഇവര് ജനീവയിലും ന്യൂയോർക്കിലും കൂടി ഒരു വൻ പരിപാടി നടത്തി അവരുടെ മൂവ്മെന്റ് റിലീസ് ചെയ്യുക. ഒരു മൂവ്മെന്റ് അല്ല റിലീസ് ചെയ്തത്, വാച്ചാണ് റിലീസ് ചെയ്തത്. ഇതേ കാലഘട്ടത്തിൽ മാർച്ച് 1969 ജപ്പാനിലും ഒരു ടെക്നിക്കൽ ഇതില് സീഗോ അനൗൺസ് ചെയ്തു അവരുടെ ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് മൂവ്മെന്റ്. അങ്ങനെ ഇപ്പൊ നാട്ടുകാരും ഇവരൊക്കെ ആകെ ഒരു കൺഫ്യൂഷനിലായി, ആരാണ് ഇത് റിലീസ് ചെയ്തത്. പക്ഷെ ഇതിന് ഉത്തരം എന്താ വെച്ചാൽ ഈ വലിയ മത്സരത്തിൽ ഇതുവരെ ആരും ഒരു വിജയിനെ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് അതിപ്പോഴും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ജനുവരിയിൽ പ്രോട്ടോടൈപ്പ് റിലീസ് ചെയ്തത് സെനിത്ത്. ഇതേപോലെ മൂവ്മെന്റ് വെച്ചിട്ട് വാച്ച് ഇറക്കിയ ആൾക്കാർ ക്രോണോമാറ്റിക് ടീം, അത് മാർച്ചിൽ. ഇതേ സമയത്ത് സീക്കോയും ഇത് ഇറക്കിയിട്ടുണ്ട്. അവർ പിന്നെ ക്ലെയിമിങ്ങിനൊന്നും വന്നില്ല. അതുകൊണ്ട് ഈ ഒരു മത്സരത്തിന്റെ റിസൾട്ട് ഇപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ബേസൽ ഫെയർ ഏപ്രിൽ 1969 നടന്നപ്പോൾ അതിൽ വാച്ച് ഇറക്കിയത് ക്രോണോമാറ്റിക് ടീമാണ്, അതായത് ഹ്യൂറാണ്. ഇവരുണ്ടാക്കിയ 100 മൂവ്മെന്റിൽ 40 ബ്രൈറ്റ്ലിങ്ങും 40 ഹ്യൂർ എടുത്തു, 10 ഹാമിൽട്ടൺ കൊടുത്തു, 10 മറ്റേ ഡിസൈനർക്ക് കൊടുത്തു ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇതില് എൽ പ്രിമറോ എന്ന് പറഞ്ഞ സൂപ്പർ മൂവ്മെന്റ് ഉണ്ടാക്കിയത് സെനിത്താണ്. അവരുടെ മൂവ്മെന്റ് ആണെങ്കിൽ 36,000 വൈബ്രേഷൻ പെർ അവറുള്ള ഹൈ ക്വാളിറ്റി മൂവ്മെന്റ്, അത് 1/10 സെക്കൻഡ് മെഷർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒക്കെ ഇതിനുണ്ടായിരുന്നു. അത് കൂടാതെ അതൊരു കോളം വീൽ ട്രഡീഷണൽ മൂവ്മെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പക്ഷെ ഈ ക്രോണോമാറ്റിക് ടീമിന്റെ മൂവ്മെന്റ് പ്രത്യേകത എന്താ വെച്ചാൽ അത് പലരുടെയും സംഭവങ്ങൾ അയച്ചു കൂട്ടിയിട്ടുണ്ടാക്കിയതാവും പറയുന്നത്. ക്വാളിറ്റി മൂവ്മെന്റ് തന്നെ, ബട്ട് അത് ഒരാളുടെ ക്രോണോഗ്രാഫ് ഫംഗ്ഷൻ വേറൊരാളുടെ മൂവ്മെന്റിൽ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. സീക്കോ 6139 എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ആണ് ഇറക്കിയത്. അത് വെച്ചിട്ടുള്ള വാച്ച് 1970 ഇറക്കി. സെനിത്ത് പിന്നെ ഫർദർ ആ വർഷാവസാനം തന്നെ വാച്ചുകൾ റിലീസ് ചെയ്തു. അങ്ങനെ ഈ 3 ടീമുകളും മത്സരത്തിന് ഇറങ്ങി. പ്രോഡക്റ്റ് ഒക്കെ പുറത്തു വന്നു, ആൾക്കാർ വാച്ചുകളൊക്കെ വാങ്ങി. പക്ഷെ വിജയിനെ ഇനിയും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ബ്രൈറ്റ്ലിങ് എന്ത് ചെയ്തു വെച്ചാൽ ഇവരുടെ നാവി ടൈമറിലും ക്രോണോമാറ്റിലൊക്കെ ഈ മൂവ്മെന്റ് ഉപയോഗിച്ചിട്ട് വാച്ച് ഇറക്കി. ഹ്യൂർ മൊണോക്കോ, അക്ടോവിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാച്ചുകൾ റിലീസ് ചെയ്തു. ഹാമിൽട്ടൺ ഇൻട്രാമാറ്റിക് എന്ന് പറഞ്ഞിട്ട് ഒരു വാച്ച് റിലീസ് ചെയ്തു. ഈ വാച്ചുകളൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ നിങ്ങൾ അതിന്റെ പടങ്ങൾ കണ്ടു. ആ പടത്തിൽ ഈ ക്രൗൺ ലെഫ്റ്റ് സൈഡിലെ വരുന്നത് റീസെറ്റ് അല്ലെങ്കിൽ ക്രോണോഗ്രാഫ് സ്റ്റാർട്ട് ബട്ടൺ ആൻഡ് റീസെറ്റ് ബട്ടൺ റൈറ്റ് സൈഡിൽ വരുന്നത്. പക്ഷെ എല്ലാം റൈറ്റ് സൈഡിലാണ് വരിക. ഈ വാച്ചുകൾ 1969 റിലീസ് ചെയ്തു. ഹ്യൂർ പറയണ ആ ബേസൽ ഫെയറിൽ സീക്കോയുടെ പ്രസിഡന്റ് വന്നിരുന്നു. അവർ ഇവരെ പേഴ്സണലി കൺഗ്രാറ്റുലേറ്റ് ചെയ്തിരുന്നു. ആളെഴുതിയ പുസ്തകത്തിൽ ആൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ 50ാം വാർഷികം ഇവര് ആഘോഷിച്ചത് 2019 ഈ സെയിം വാച്ചുകളുടെ ലേറ്റസ്റ്റ് വെർഷൻ റിലീസ് ചെയ്തുകൊണ്ടാണ് അത് അവർ ആഘോഷിച്ചത്. ബ്രൈറ്റ്ലിങ് പ്രീമിയർ എന്ന് പറഞ്ഞിട്ട് ഒരു വാച്ച് സീരീസ് ഇറക്കിയിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്തത്. ഹാമിൽട്ടൺ ഇൻട്രാമാറ്റിക് ക്രോണോ എന്ന് പറഞ്ഞ വാച്ച് ഇറക്കിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഹ്യൂർ ആണെങ്കിൽ മൊണോക്കോയുടെ ഒരു ലേറ്റസ്റ്റ് സ്പെഷ്യൽ എഡിഷൻ ഒക്കെ റിലീസ് ചെയ്തിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഈ പറഞ്ഞ വാച്ചുകളുമായി ബന്ധപ്പെട്ട ഒരു വാച്ച് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അത് ഈ ഞാൻ കെട്ടിയേക്കണ ഈ വാച്ച് തന്നെയാണ്. അതായത് ഹാമിൽട്ടന്റെ ഇൻട്രാമാറ്റിക് ക്രോണോ എന്ന് പറഞ്ഞ വാച്ച്. ഇത് ആ റേസിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു വാച്ച് എന്ന് പറയാം. ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ
ക്രോണോമാറ്റിക് ടീം റിലീസ് ചെയ്തത് കാലിബർ 11 എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് ആയിരുന്നു. അത് കാലിബർ 12, 15 അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഹാമിൽട്ടനോ ഇവരൊന്നും ഈ കാലിബർ 11 എന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് കണ്ടുപിടിച്ച ആ മൂവ്മെന്റ് ഒന്നുമല്ല. ഇതിൽ ഉപയോഗിച്ചേക്കണത് ഇവരുടെ സിസ്റ്റർ കമ്പനി ആയിട്ടുള്ള റിലീസ് ചെയ്തേക്കണ 7750 ബേസ് ചെയ്തിട്ടുള്ള H31 എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ആണ്. എൽ പ്രിമറോ ഇപ്പോഴും ഉണ്ട്, സീക്കോടെ അഡ്വാൻസ്ഡ് മൂവ്മെന്റ്സ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ക്രോണോഗ്രാഫ് ലെവർ ആണെങ്കിൽ വാച്ച് വാങ്ങുമ്പോൾ ഓടിച്ചെന്നൊരു വാച്ച് വാങ്ങാതെ അതിലെ മൂവ്മെന്റ് എന്താണെന്നൊക്കെ നോക്കി വാങ്ങാൻ ഞാൻ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ വാച്ച് എന്തൂസിയാസ്റ്റ് ബ്രാൻഡ് നെയിം മാത്രമല്ല, അതിലുള്ളിൽ കിടക്കുന്ന മൂവ്മെന്റിന്റെ സ്പെസിഫിക്കേഷൻ വരെ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ച് റേസിനെ പറ്റിയിട്ടുള്ള കഥ ഇനി വലിച്ചു നീട്ടുന്നില്ല അധികം. നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്ന ഒരു ടോപ്പിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു അടുത്ത ന്യൂസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരിക്കും ബൈ.